സിനിമ എന്നത് ഒരു വ്യവസായമാണ്. യൂട്യൂബിൽ നാം പരസ്യം നൽകുന്നത് പോലെ സിനിമയ്ക്കിടയിലും വരുമാനത്തിന് വേണ്ടി പരസ്യങ്ങൾ നൽകാറുണ്ട്. പക്ഷേ പ്രേക്ഷകന് അത് പെട്ടെന്ന് പരസ്യമാണെന്ന് മനസ്സിലാകില്ല. പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് എന്നാണ് അതിനെ വിളിക്കാറ്. നാം ഇന്ന് സംസാരിക്കുന്നതും മലയാള സിനിമയിലെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റുകളെ കുറിച്ചാണ്. അതായത് സിനിമക്കകത്ത് ഒളിച്ചു കടത്തിയ പരസ്യങ്ങൾ. 2001 രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് രാവണപ്രഭു. ആ സിനിമയിലെ ഒരു ഡയലോഗാണിത്. നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഡയലോഗിലൂടെ കാർട്ടിയർ വാച്ചിന് നല്ലൊരു പരസ്യം തന്നെ നൽകുന്നുണ്ട്. 1995 മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സ്ഫടികം. ആ സിനിമയിലും മോഹൻലാലിന് ഒരു ബ്രാൻഡിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ് ഡയലോഗുണ്ട്. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടിച്ചതിന്റെ കാലയും വിട്ടു. സ്ഫടികം എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ റേബാൻ ഗ്ലാസുകൾ ധരിച്ചിരിക്കുന്ന മോഹൻലാലിന്റെ ചിത്രമാണ് ഓർമ്മ വരിക. ചിലപ്പോൾ ഈ രണ്ട് ഡയലോഗുകളും സ്വാഭാവികമായി കഥയ്ക്ക് വേണ്ടി എഴുതിയതുമായിരിക്കാം. എന്നാലും ആ ബ്രാൻഡുകൾക്ക് മികച്ചൊരു പരസ്യം തന്നെയാണ് ആ സിനിമയിലൂടെ നൽകുന്നത്. കെ മധു സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ സേതുരാമയ്യർ സീരീസിലെ 4ാമത്തെ ചിത്രമാണ് നേരറിയാൻ CBI. പരസ്യങ്ങളുടെ അതിപ്രസരം തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാം. ഒരു സീനിൽ സേതുരാമയ്യർ ചായ കുടിക്കുമ്പോൾ ടൈഗർ ബിസ്ക്കറ്റിന്റെ പരസ്യമാണ് കാണിക്കുന്നത്. ഒരുപാട് നുണക്കഥകൾ കേട്ടു, പക്ഷെ ഇങ്ങനെ ഒരു കഥ മാത്രം കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? അതുവരെ കൺഫ്യൂഷൻ തന്നെ. എന്നാൽ മറ്റൊരു സീനിൽ സേതുരാമയ്യർ ചായ കുടിക്കുമ്പോൾ അത് AVTയുടെ പരസ്യമാണ്. സർ, ഇനി വന്ന കാര്യം പറയാം. ഒരു ഇൻഫർമേഷൻ തരാണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. അന്നത്തെ പ്രമുഖ ബ്രാൻഡായ ടാറ്റ ഇൻഡികോമിന്റെ ഒരു മുഴുനീള പരസ്യം തന്നെ നടിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ടാറ്റ ഇൻഡികോം ട്രൂ പെയ്ഡ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവീസുള്ള മൊബൈലാണ്. ആസ് ഇസ് ദ ഓൺലി പ്രീപെയ്ഡ് സർവീസ് ഇൻ ഇന്ത്യ വിത്ത് 100% ടോക്ക് ടൈം. ഓൾ ഇന്ത്യ കവറേജിന്റെ കാര്യത്തിൽ ഞങ്ങളാണ് മുന്നിൽ വിത്ത് ലേറ്റസ്റ്റ് CDMA ടെക്നോളജി. ഈ ഇൻവെസ്റ്റിഗേഷന് പറ്റിയ വല്ല ടെക്നോളജി ഉണ്ടോ? മറ്റൊരു സീനിൽ കാണിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യമാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും കൂടുതൽ പരസ്യങ്ങൾ കാണിച്ച മറ്റൊരു സിനിമ കാണില്ല. 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2വിലും ഒരുപാട് പരസ്യങ്ങൾ കാണാം. ചിത്രം ആരംഭിക്കുന്നത് നിറപറയുടെ ഒരു പരസ്യം കാണിച്ചുകൊണ്ടാണ്. പിന്നീട് സിനിമയിൽ പലയിടങ്ങളിലും ശ്രീ മോഹൻലാൽ തന്നെ എൻഡോസ് ചെയ്യുന്ന മൈജി എന്ന ബ്രാൻഡിന്റെ പരസ്യങ്ങൾ കാണാം. ആ റോഡ് എങ്ങോട്ട് പോകുന്നത്? അത് ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസ് ഇരിക്കുന്ന ജംഗ്ഷനിലേക്കുള്ള ഷോർട്ട് കട്ടാ സർ. സിനിമയിലെ ഒരു കഥാസന്ദർഭം മൈജിക്ക് വേണ്ടി മാത്രമായി ചെയ്തതുപോലെ കാണാം. 2010 പുറത്തിറങ്ങിയ ഒരു ഫ്ലോപ്പ് സിനിമയായിരുന്നു ബെസ്റ്റ് ഓഫ് ലക്ക്. ആ സിനിമയിൽ ഓർബിറ്റ് എന്ന ബ്രാൻഡിന് വേണ്ടി ഒരുപാട് പ്രാവശ്യമാണ് നടന്മാരെ കൊണ്ട് പരസ്യം പറയിപ്പിച്ചത്. തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കും, ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വിളിച്ച് ഒറ്റ ശാസ്ത്ര കാര്യം പറ. ഈ ഓർബിറ്റ് ഒന്ന് ചവച്ചാട്ടെ, ടെൻഷൻ മാറി കിട്ടും. തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കും, ഒന്ന് തണുക്കട്ടെ. ഡയലോഗിനപ്പുറം ഒരു പാട്ട് സീനിൽ മുത്തൂറ്റിന്റെ പരസ്യവും കാണിക്കുന്നുണ്ട്. സിനിമയിൽ കഥക്ക് അനുയോജ്യമായ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അവ സ്പോൺസർ ചെയ്യുന്ന പോലെയായിട്ടും സിനിമക്കകത്ത് പരസ്യങ്ങൾ കാണിക്കാറുണ്ട്. 2017 റിലീസ് ചെയ്ത ജയസൂര്യയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ആട് 2. ആ സിനിമയിൽ വടംവലി മത്സരം സ്പോൺസർ ചെയ്യുന്നതായി കാണിച്ചുകൊണ്ട് മഹീന്ദ്രയുടെ ഒരു പരസ്യം തന്നെ കാണിക്കുന്നുണ്ട്. പ്രിയമുള്ള നാട്ടുകാരെ, വടംവലി പ്രേമികളെ, മഹീന്ദ്ര ജീത്തോ മിനിവാൻ അവതരിപ്പിക്കുന്ന ബലാബലം 2016 അഖിലേന്ത്യാ വടംവലി മത്സരത്തിന് ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2012 ഫഹദ് ഫാസിൽ ചിത്രമാണ് ഡയമണ്ട് നെക്ലേസ്. ആ സിനിമയിൽ ഡയമണ്ട് നെക്ലേസ് കാണിക്കുന്ന രംഗങ്ങളിലെല്ലാം തന്നെ ജോയ് ആലുക്കാസിന്റെ പരസ്യവും കാണിക്കുന്നുണ്ട്. കൂടാതെ സിനിമയ്ക്കിടയിൽ തന്നെ ജോയ് ആലുക്കാസിന്റെ മറ്റൊരു പ്രൊഡക്റ്റിന്റെയും പരസ്യം കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ ടൈറ്റിലിന്റെ കൂടെയും പരസ്യം തന്നെയാണ് കാണിക്കുന്നത്. ഇതുപോലെ സിനിമാ പേരിനൊപ്പം തന്നെ പരസ്യം കാണിച്ച മറ്റൊരു ചിത്രമാണ് 2012 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം കാസനോവ. കോൺഫിഡന്റ് എന്ന ബ്രാൻഡിന് വേണ്ടി സിനിമയുടെ പേര് തന്നെ കോൺഫിഡന്റ് കാസനോവ എന്നാണ് കാണിച്ചത്. ഹലോ, അതെ ജോയ് ആലുക്കാസ്. 2003 പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് കസ്തൂരിമാൻ. ആ സിനിമയിൽ പരസ്യത്തിന് വേണ്ടി ബ്രാൻഡ് മുതലാളിയെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആലുക്കാസ് ജ്വല്ലറിയുടെ അകത്തുനിന്നുള്ള ഈ രംഗങ്ങളാണത്.
നിന്റെ അലുക്ക വെറും ഡ്യൂപ്ലിക്കേറ്റാ. ആലുക്കാസിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനലേ ഉള്ളൂ. 10 മാറ്റണ്ടേ? കുഞ്ചാക്കോ ബോബനെ കൊണ്ടും ഒരു ഡയലോഗിലൂടെ പരസ്യം പറയിപ്പിക്കുന്നുണ്ട്. ആലുക്കാസിലും നല്ല സ്വർണ്ണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. 1987 മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് എന്ന് ആഘോഷിക്കപ്പെട്ട സിനിമയാണ് ന്യൂഡൽഹി. ആ രംഗം ചിത്രീകരിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ നിന്നും അനുമതി നേടുക എന്നത് അക്കാലത്ത് മലയാള സിനിമയ്ക്ക് അപ്രാപ്യമായിരുന്നു. എന്നാൽ ഈ സീൻ ചിത്രീകരിക്കാൻ വേണ്ടി അന്ന് ചെയ്യേണ്ടി വന്നത് ആ ഹോട്ടലിൻ്റെ മുഴുവൻ പേരും കാണിക്കുന്ന ഒരു രംഗം ആ സീനിന് മുമ്പായി കാണിച്ചാൽ മതിയായിരുന്നു. ആയിരത്തി 1995 സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഹൈവേ. ആ സിനിമയിൽ മുഴുവൻ സമയവും സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് പരസ്യം. മാൽബറോ എന്നത് പ്രമുഖ സിഗരറ്റ് കമ്പനിയാണെങ്കിലും ആ ബ്രാൻഡിന്റെ പേര് മാത്രം ഒരു ജിപ്സിക്ക് നൽകിക്കൊണ്ടാണ് ചിത്രത്തിൽ പരസ്യമായി കാണിച്ചത്. മാൾബറോ ജിപ്സി. 2016 പ്രിയദർശൻ ചിത്രമാണ് ഒപ്പം. ആ സിനിമയിൽ ഒരുപാട് പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടി പ്രിയദർശൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ രംഗം. ഇതേ ഒരു ടെക്നിക് 1988 പ്രിയദർശൻ കാണിച്ചിരുന്നു. 1988 മോഹൻലാൽ ചിത്രം ആര്യനിലായിരുന്നു അതുപോലെ തന്നെ പരസ്യം കാണിച്ചത്. മലയാള സിനിമയിൽ കഥ നടക്കുന്നത് ഫ്ലാറ്റിലോ വില്ലകളിലോ ആണെങ്കിൽ അവയുടെ ബിൽഡേഴ്സിന്റെ പരസ്യം കാണിക്കൽ നിർബന്ധമായൊരു കാര്യമാണ്. ഒപ്പത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പരസ്യമാണെങ്കിൽ 2003 പുറത്തിറങ്ങിയ CID മൂസയിൽ സ്കൈലൈനിന്റെ പരസ്യമാണ്. സ്കൈലൈൻ 1995 നിറം എന്ന സിനിമയിലും ഹോം അസോസിയേഷന്റെ പരിപാടിക്കിടയിൽ കാണിക്കുന്നതും അവരുടെ ബിൽഡേഴ്സിന്റെ പരസ്യമാണ്. പ്രൊഡക്റ്റ് പ്ലേസ്മെന്റിനായി മാത്രം നിർമ്മിച്ചതുപോലെയുള്ള ഒരു ഗാനരംഗമാണ് 2003 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിൽ കാണിക്കുന്നത്. ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യമാണ് ആ പാട്ടിനിടയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ പാട്ടിനിടയിൽ ആ സിനിമയുടെ തന്നെ പോസ്റ്റർ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഇൻസെപ്ഷൻ അടുപ്പിക്കാനും സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. 1998 ശ്രീനിവാസൻ, ജഗദീഷ് എന്നിവർ അഭിനയിച്ച ചിത്രമാണ് മംഗല്യ പല്ലക്ക്. ആ സിനിമയിൽ കഥ നടക്കുന്ന കമ്പനി തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു കമ്പനിയായിരുന്നു. പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം. ഉദാഹരണത്തിന് മെഡിമിക്സ്, മരുന്നുകളുടെ മിശ്രിതം. മെഡിമിക്സ്. ഇടയ്ക്കിടെ മെഡിമിക്സിന്റെ മേന്മയെക്കുറിച്ചുള്ള ഡയലോഗുകളും അവയുടെ പരസ്യവും കാണിക്കുന്നുമുണ്ട്. മലയാള സിനിമകളിലെ പല പരസ്യങ്ങളും കഥയുടെ സ്വാഭാവികതയെ ബാധിക്കുന്ന രീതിയിൽ മുഴച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നാറ്. അങ്ങനെയുള്ളവയെ പരിഹസിക്കുന്ന ചില രംഗങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിലും വട്ടമേശ സമ്മേളനം എന്ന സിനിമയിലുമെല്ലാം നാം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്തത് CID മൂസയിലെ സ്കൈലൈൻ്റെ പരസ്യത്തെക്കുറിച്ചായിരുന്നു. ഹരിശ്രീ അശോകൻ കൈകാര്യം ചെയ്ത ത്വരപ്പൻ കൊച്ചുണ്ണിയുടെ സ്കൈലൈൻ 12B എന്ന ഡയലോഗ് ഏറെ പ്രസിദ്ധമാണ്. ആ ഒരു രംഗം ബിൽഡേഴ്സിന്റെ പരസ്യമാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ബിൽഡേഴ്സിന്റെ പേരും ഫ്ളാറ്റിന്റെ ഒരു മുഴുവൻ ഷോട്ടും ആ സീനിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ദിലീപ്, ഹരിശ്രീ അശോകൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചെസ് എന്ന സിനിമയിലും അതേ ഫ്ളാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2 സിനിമകളിലും ഫ്ളാറ്റിന്റെ ഡോർ കുത്തി തുറക്കുന്നതും മോഷണം, കൊലപാതകം എന്നിവ നടക്കുന്നതുമാണ് കാണിക്കുന്നത്. പരസ്യമാണെങ്കിൽ തന്നെ കഥയിൽ ഇഴുകിച്ചേരുന്ന രീതിയിൽ വളരെ രസകരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കഥാപാത്രം പരസ്യം പറയുന്ന മറ്റൊരു സിനിമയാണ് 2006 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായ മഹാസമുദ്രം. സിനിമയിലെ അവസാനത്തെ ഫുട്ബോൾ മാച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്ന കമ്പനിയെക്കുറിച്ചാണ് പരസ്യം പറയുന്നത്. ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ഫാദർ കഥാപാത്രമാണ് അത് പറയുന്നതും. കളി തുടങ്ങി. ഇവിടുത്തെ പ്രൈസ് മണി 2 ലക്ഷമേ ഉള്ളൂ. ബാക്കി ജോസഫ് അവിടെ നിന്ന് തന്നെ അയക്കണം. അതൊക്കെ കിട്ടും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറില്ലേ, അവിടുന്ന് കാശ് അയച്ച 2 മിനിറ്റിനുള്ളിൽ ഇവിടെ കൈപ്പറ്റാം. പെട്ടെന്നാവട്ടെ. പരസ്യത്തിനായി മാത്രം തിരികെ കയറ്റിയ ഒരു രംഗമാണതെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. 2010 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ദ്രോണ. സിനിമയിൽ കനിഹയുടെ കഥാപാത്രത്തിന് ഇത്തരത്തിലുള്ള ഒരു രംഗമുണ്ട്. കിട്ടി നിറപറ ചെമ്മീൻ അച്ചാർ.
കടലിന് കിട്ടിയ അമൃത കൊമ്പല്ലേ. ബ്രാൻഡ് നെയിം അടക്കം പറഞ്ഞുകൊണ്ടാണ് ഡയലോഗ് പറയുന്നതും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രം അത് കഴിക്കുന്ന ഒരു രംഗവും വ്യക്തമായി തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ആദ്യമായി സാത്താനിക് വേർഷിപ്പിനെ കുറിച്ച് സംസാരിച്ച ഒരു സിനിമയായിരുന്നു 2004 ജയരാജ് സംവിധാനം ചെയ്ത റെയിൻ റെയിൻ കം അഗെയിൻ എന്ന സിനിമ. ആ സിനിമയിൽ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്ന രംഗമുണ്ട്. എന്നാൽ ആ പ്രൊഡക്റ്റിനെ ഇകഴ്ത്തിക്കൊണ്ടാണ് നായകൻ സംസാരിക്കുന്നതെന്ന് മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്പ് ചവറ് നിന്ന ശീലം എനിക്കില്ല. ലേലം സിനിമയിൽ സുരേഷ് ഗോപിയും സോമനും ചേർന്ന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും ആ പ്രൊഡക്റ്റ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ എന്റെ പേര്? മാൾ ലീവിന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഇതും 2 കുപ്പി സ്കോച്ചും. അതൊരു പരസ്യമാണോ എന്ന് വ്യക്തമല്ല. ചിലപ്പോൾ കഥാപാത്രത്തിന്റെ ലെവൽ കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാവാം. കഴിഞ്ഞ എപ്പിസോഡിൽ റേബാൻ ഗ്ലാസിനെ കുറിച്ചും കാർട്ടിയർ വാച്ചിനെ കുറിച്ചുമെല്ലാം സംസാരിച്ചപ്പോൾ നാം പറഞ്ഞതാണ് കഥാപാത്രങ്ങൾ സ്വാഭാവികതയ്ക്ക് വേണ്ടി അവരുടെ റിച്ച്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഈ രംഗവും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. 2010 സിദ്ദിഖ് സംവിധാനം ചെയ്ത് ദിലീപ്, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബോഡിഗാർഡ്. ആ ഒരു സിനിമയിൽ പരസ്യം ചെയ്ത പ്രൊഡക്റ്റ് കേരളത്തിൽ ആകെ തരംഗമായി മാറിയിരുന്നു. ദിലീപിന്റെ കഥാപാത്രം ഉപയോഗിച്ച ഫോണിന്റെ റിംഗ് ടൂൺ ആയിരുന്നു അത്. ഹലോ. ചില പരസ്യങ്ങൾ കഥാപാത്രങ്ങൾ നേരിട്ട് പറയില്ല, പകരം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുക മാത്രമാണ് ചെയ്യുക. സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. നീ എന്ത് വിവരക്കേടാണ് പറഞ്ഞത്? അത് മാധവ് തപ്പി മുതലാളിയാ. ഈ ചെരുപ്പ് കമ്പനിയും ആ കാണുന്ന കെട്ടിടങ്ങളും കാറ് കമ്പനിയും. സിനിമയിൽ കഥയുമായി ചേരുന്ന രീതിയിൽ തന്നെ ഒരു കമ്പനി കാണിക്കുകയാണ്. അത് യഥാർത്ഥത്തിലുള്ള ഒരു കമ്പനിയാണ്. പരസ്യം എന്നോണം അതിന്റെ ബ്രാൻഡ് നെയിം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പലയിടത്തായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നിർത്തിയിട്ട ട്രക്കിൽ പരസ്യം പതിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്തൊരു സീനിൽ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴും അതേ ട്രക്ക് തന്നെ നിർത്തിയിട്ടതായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പാട്ടിനിടയിൽ പരസ്യം കാണിക്കുക എന്നത് മറ്റൊരു രീതിയാണ്. 1994 മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ മിന്നാരത്തിലെ ഒരു വല്ലം പൊന്നും പൂവും എന്ന ഗാനത്തിനിടയിൽ ഇങ്ങനെ ചില രംഗങ്ങൾ കാണാം. പെപ്സിക്കോയുടെ പല പ്രൊഡക്റ്റുകളും ഒരുമിച്ച് തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമൻ സിനിമയിലെ ഈ ഒരു ഗാനരംഗം ഹീറോ ഹോണ്ടയുടെ പരസ്യമായിട്ടാണ് കാണിക്കുന്നത്. പരസ്യം പതിച്ചിരിക്കുന്ന ഫ്ലക്സുകളും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബൈക്ക് ഓടിക്കുന്നതും കാണിക്കുന്നുണ്ട്. ചാക്കോ രണ്ടാമൻ എന്ന കലാഭവൻ മണി ചിത്രത്തിൽ ഒരു പാട്ടിനിടയിൽ ജ്വല്ലറിയുടെ പരസ്യം ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും പലയിടത്തായി ജ്വല്ലറിയുടെ പരസ്യം ഒട്ടിച്ചതായി കാണാം. എന്താണ് ഇങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? പലരും മറ്റു പല സിനിമകളും കമന്റ് ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു പാർട്ടിൽ സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ സൂപ്പർ താങ്ക്സിലൂടെ കമന്റ് ചെയ്തവരുണ്ട്. നിങ്ങളുടെ പ്രചോദനത്തിന് നന്ദി അറിയിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ.